ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഞാൻ RJ അഞ്ജലി. എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ്. കുണ്ടിയിലിട്ടേരോ? എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുണ്ടിയില്ലേ? അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കുണ്ടിയിലിട്ടേരോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി കുണ്ടിയില്ലേ ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. ഒരു കിണ്ടി ഉണ്ടാക്കി വെച്ച പുകിലാണ് ഇതൊക്കെ. റാങ്ക് ചെയ്ത ചേച്ചി പോലും വിചാരിച്ചാണല്ലോ ഇങ്ങനെ ഇത് കുണ്ടിതപ്പെടേണ്ടി വരുമെന്ന്. സംഗതി ഇത് മാപ്പ് പറഞ്ഞിട്ട വീഡിയോ ആണെങ്കിലും നമുക്കിതൊരു അരിയാണല്ലോ. പിന്നെ ചേച്ചി മാപ്പ് പറഞ്ഞ രീതി കണ്ടാലും അറിയാം ചേച്ചിക്ക് എത്രത്തോളം കുറ്റബോധം ഉണ്ടെന്നും. അതിനുമ്പോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണും. എന്താണ് സംഭവം എന്ന് അറിയാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും. ജസ്റ്റ് ഇതൊന്ന് കണ്ടിട്ട്. മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാ? ഫ്രണ്ട് പേരെന്താ? നിഷാന. ഓക്കെ. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. ഇത് 25ന് വെഡിങ് ആണോ? ഓ ഓക്കെ. എനിക്ക് ഞാനേ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? എന്നുവെച്ചാൽ ഇതിപ്പോ ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ, ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ടേരോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ടേരോ മെഹന്തി? അവരൊരു മാന്യമായ സ്ത്രീ ആയതുകൊണ്ട് കട്ട് ചെയ്തിട്ട് പോയി. വേറെ ആരെങ്കിലും ആയിരിക്കണമായിരുന്നു. നിങ്ങൾക്ക് പലയിടത്തും ഇട്ട് തന്നെ. എടാ സംഗതി പ്രാങ്ക് ചെയ്യണൊക്കെ കൊള്ളാം, അതൊരു എന്റർടൈൻമെന്റ് ആണ്, ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉള്ള സംഭവം തന്നെ. പക്ഷെ ഇവർ ചെയ്തപ്പോ നോക്കി കണ്ട് ചെയ്യണമായിരുന്നു. അവരാ കട്ട് ചെയ്ത് പോയതിനു ശേഷവും പിന്നെ ഇവർ വിളിക്കുന്നുണ്ട്. അവര് ഫോൺ എടുത്ത് എറിഞ്ഞെന്തോ. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ ചേച്ചി എടുത്തില്ല. എങ്ങനെ എടുക്കും? ഒരാൾക്ക് മൈലാഞ്ചിയുള്ള കഴിവുണ്ടെന്നും പറഞ്ഞിട്ട് കാണുന്ന സ്ഥലത്തെല്ലാം വാരിക്കും ഇടാൻ പറ്റും. സോറി, കാണാത്തിടത്ത്. ഇതിനെ ന്യായീകരിച്ചിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കിണ്ടിയിൽ മൈലാഞ്ചി ഇടുമെന്ന് ചോദിച്ചപ്പം ഇടുമെങ്കിൽ ഇടുമെന്ന് പറയണോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണമെന്ന്. എടാ കണാപ്പന്മാരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതൊരാണാണ് ചോദിച്ചിരുന്നെങ്കിൽ അവന്റെ അവസ്ഥ ഇപ്പൊ എന്തായേനെ? അപ്പോഴീ ന്യായീകരിക്കണമാര് ന്യായീകരിച്ച് പറയോ? വലക്കോ അറിയും. പിന്നെ അവനായിരിക്കും ഈ ഭൂലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടി. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി പോവും. ഇവർക്കൊരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഹലോ വിഷു അല്ലേ? ബൈക്ക് ഒക്കെ ഉണ്ടോ? ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ പഴയ ആണെന്ന് തോന്നുന്നു. ഓടിക്കാറുണ്ടോ അതോ? ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ. പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത്? അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി പോകും. ഇവർക്കാരോ കിണ്ടിയിൽ കൈവശം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ. ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട. രണ്ടുപേരും നല്ല കുണ്ടിത പ്രിയരാ. എന്തായാലും ചേച്ചിമാര് ചങ്ക് പറിച്ചുള്ള മാപ്പ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ട് പറയണം, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചങ്ക് പറിച്ചുള്ള മാപ്പ് പറിച്ചിലാണെന്ന്. ഇപ്പോ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. വാ, നമ്മളെ ക്ഷമ ചോദിക്കുന്ന രീതി കണ്ടാൽ അറിയാം മനസ്സിലെ കുറ്റബോധത്തിന്റെ ആഴം. നിങ്ങൾ ആ മെഹന്തി ആർട്ടിസ്റ്റിനോട് ഇങ്ങനെ തന്നെയാണോ മക്കളെ നിങ്ങളുടെ ക്ഷമാപണം അറിയിച്ചത്? അഹങ്കാരത്തിന് കരിങ്കാലും മുളച്ച 2 സാധനങ്ങൾ. കഷ്ടം തന്നെ പോയി ചിത്തൂടെ. അത് വിട്ട് അവര് പറയാനുള്ളത് അവര് പറഞ്ഞു, കൊടുക്കാനുള്ളത് നാട്ടുകാർ കൊടുത്തു. ഖത്തം. ഇതിന്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് അവരെ ട്രോളിക്കൊണ്ട് വന്നായിരുന്നു, അതോടെ കണ്ടിട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പോണ്. മെഹന്തി ചേച്ചിനെ വിളിക്കാൻ പോണേ. ഹലോ മെഹന്തി പറഞ്ഞ ചേച്ചിയല്ലേ? അതെ ചേച്ചി, ഞാൻ എന്റെ കല്യാണമാണ് നാളെ. അതെല്ലേ? അപ്പൊ മെഹന്തി എങ്ങനെയാണ് റേറ്റ്? കയ്യിലിടാൻ എത്രയാ? കയ്യിലിടാനാണെങ്കിൽ 2 കൈയാണെങ്കിൽ 3000 രൂപ. അപ്പൊ കാലിലിടാനോ? കാലിന് സെപ്പറേറ്റ് 2000 രൂപ ഒരു മോളെ. അങ്ങനെയാണ്. കുണ്ടിക്കിടാൻ എത്ര ചേച്ചിയെ? കുണ്ടിയില? ആ കുണ്ടിയിലിടാനേ. കുണ്ടിയില? ആ കുണ്ടിയില് മെഹന്തിരിക്കാൻ. മോളെ കുണ്ടിയില് മാത്രാക്കണ്ട, നിന്റെ ഏത് ഡിസൈനാ വേണ്ടത് നിനക്ക് കുണ്ടിയിലടിക്കേണ്ടത്? ചേച്ചി പ്രാങ്ക് നിന്റെ അമ്മയുടെ. അല്ല മോളെ, ഞാനൊരു കാര്യം പറയട്ടെ,
ഏത് ഡിസൈനാന്ന് പറയ നീ? പൂമ്പാറ്റടിക്കാം, പൂമ്പാറ്റ. അയ്യോ, പൂമ്പാറ്റ നിന്റെ ഭർത്താവിന് തെറ്റിദ്ധാരണ ഓരോടി. അത് നമുക്ക് വേറെ ഡിസൈൻ അടിക്കാട്ടാ. അതെ, മാനായിട്ട് പണിയെടുക്കണവരെ നീ വിളിച്ചിട്ട് നിൽക്കരുതിട്ട മോളെ. എന്നാലും ഞാൻ വന്നിട്ട് അടിച്ച് തരാം നിനക്ക്. എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റയിൽ ഇടാൻ. എന്നാലല്ലേ റീച്ച് ആവുള്ളൂ. മനസ്സമാധാനം കിട്ടിയ മോളെ നിനക്ക്. നിന്റെ ഒരു പ്രാങ്ക് അമ്മയുടെ ഇവര് പറയാനുള്ള തേച്ച് പറ്റിച്ചങ്ങ് പറഞ്ഞോളഞ്ഞു. തറയെന്ന് വടിച്ചെടുക്കണ ഇനി അവരെ. അണ്ണാക്കിൽ, അന്നനാളത്തില്, ആമാശയത്തില്, വൻകുടലില് ഏറിപ്പോയവരെ ഏണി വെച്ച് നോക്കുന്നോടാ. ഏട്ടാ അതെ ഇതുപോലെ അവസരം എനിക്ക് കിട്ടൂല. മാക്സിമം നിങ്ങളുടെ കഴിവ് തെളിയിക്കണം. ഞാൻ പോയിട്ട് വരാം. ശരി. എന്റെ ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ടേരും. തലേ ദിവസം എന്തായിട്ടത്? ഇത് എറണാകുളത്ത് ഒരു കുട്ടി വിളിച്ചിരുന്നു, അഞ്ജലി പറഞ്ഞ കുട്ടി. അവളെ വീട്ടിലൊന്ന് ചെല്ലാന് മെഹന്തി ഇടാന്. അപ്പൊ അതിന്റെ ഒരു രൂപം അങ്ങനെ വരച്ചെടുക്കാണ്. അതിനെന്തിനാ ഈ ആനേനൊക്കെ വരച്ചീനെ? ഇത്രയും വലിയ ഹാർട്ടോ? എന്തായാലും ചെയ്യണേ വൃത്തിയായിട്ട് ചെയ്തോളൂ. എന്നാലും ആ ഏരിയയിൽ കുറെ വർക്ക് കിട്ടുള്ളൂ. ആ ഏരിയ മാത്രമേ ഇനി ഞാൻ ഫോക്കസ് ചെയ്യുള്ളൂ. അവിടേക്ക് അപ്പൊ ഡിമാൻഡ് ഉള്ളൂ. കലയുടെ ഒരു കാര്യം. ഒരു മൈലാഞ്ചി കിണ്ടി പറഞ്ഞ ഇനി എന്തൊക്കെ കാണാൻ കിടക്കണെന്തോ. ഹലോ, മൈലാഞ്ചി ഇടുന്ന ചേട്ടനല്ലേ? അതേലോ, ഞാൻ വിജയ ആറലിയ. അതാരാ? എനിക്കൊന്ന് മൈലാഞ്ചി ഇടണായിരുന്നു. അതിനെന്താ ഇടാൻ? എന്റെ ഫിയാൻസിന് സർപ്രൈസ് ചെയ്യാനാണ്. ഓ സോ ലവ്ലി. എന്റെ ചന്തിയും ഇടേണ്ടത്. ഓ അങ്ങനെയാണെങ്കിൽ മാഡം നമുക്ക് 3 കളർ ഓപ്ഷനെ ആ കൂട്ടിയിട്ട് അവിടെ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീട്ടമഞ്ഞ എന്ന് പറഞ്ഞിട്ടൊരു കളറാണ്, ടീമഞ്ഞ എന്ന് പറയും. പിന്നെ എന്ന് പറയുന്നത് തൂറ്റൽ മഞ്ഞ എന്ന് പറയും, അത് ആണ്. പിന്നെ മൂന്നാമത്തെ ഒരു കളറുണ്ട്, അത് നമ്മൾ ഈ പറമ്പിലൊക്കെ അപ്പിട്ട് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം കിട്ടുന്ന ഒരു കളർ ഷെയ്ഡാണ്. അതിനെ നമ്മൾ ഉണക്കമഞ്ഞ എന്ന് പറയും. ഇതിൽ ഏത് കളറാണ് മാഡം ഉദ്ദേശിക്കുന്നത്? മാഡം ആ ചന്തിയുടെ ഒരു ഫോട്ടോ അയച്ചു തരാണെങ്കിൽ നമുക്കൊന്ന് സ്കെച്ച് ചെയ്യാം. വെളുത്താവണമെന്നൊന്നുമില്ല മാഡം, നമുക്കിപ്പോ കരിഞ്ചന്തി ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മാഡത്തിന്റെ പേരെന്താ പറഞ്ഞ? കൂത്തിക്കറപ്പിന്നോ? ഫോട്ടോ അയച്ചാൽ നമുക്ക് പരിപാടി തുടങ്ങായിരുന്നു കേട്ടോ. പോടും. ഇനി എന്നോട് സംസാരിച്ചവൻ മണമുള്ള മൈലാഞ്ചി പറഞ്ഞ മുമ്പ് തപ്പി കൊണ്ടുവയ്ക്കും. കുറച്ച് മ്ലേച്ഛായി പോയെങ്കിലും കുഴപ്പമില്ല, കൊള്ളാം. സംഗതി ഇതുപോലത്തെ ഇഷ്ടംപോലെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടായിരുന്നു. ആ സമയത്ത് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. തലങ്ങനെയും വിലങ്ങനെയും മൈലാഞ്ചി ട്യൂബായിട്ട് നിൽക്കുന്നവരൊക്കെ കാണാം. കൊതം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് പലപ്പോഴും ബുധം എന്ന വാക്കിന്റെ ഒരു രൂപഭേദമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കിണ്ടി വീഡിയോ കണ്ട് മൊത്തം ഇപ്പം ഇത് മാത്രം ഉള്ളടാ എന്റെ അല്ലേ. അതെ, മണലിട്ട് തുടച്ച അവിലിട്ട് തിന്ന. അതെ, അതായത് ഗുണം എന്നതിന് കൊണം എന്നൊക്കെ പറയുന്ന പോലെ, ഒരു ഗുണം ഇല്ലാത്തത് എന്നുള്ളതിന് ഒരു കൊണം ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ബുധം എന്നതിന് കൊതം എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഈ വാക്കിന് വേറെ തന്നെ അർത്ഥങ്ങളുണ്ട്. കഴിവ്, പ്രാപ്തി, സൗകര്യം, പിന്നെ ഇടവ് എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ ഇങ്ങനെ കഴിവ്, പ്രാപ്തി എന്ന രീതിയിലുള്ള അർത്ഥങ്ങളും ഈ വാക്കിനുണ്ട്. അപ്പൊ കൊതം കെടുക എന്നാൽ കഴിവില്ലാതാവുക എന്നാണ് ഡിക്ഷണറിയിൽ, ശബ്ദധാരാവലിയിൽ കാണുന്ന അർത്ഥം. ഇത്ര അർത്ഥമുള്ള വാക്കിനാണാടാ നമ്മൾ ഇത്രയും മ്ലേച്ഛമായിട്ട് കണ്ടോണ്ടിരുന്നത്. അവന്റെ കഴിവ് കൊണ്ടാണ് ജോലി നേടിയത് എന്ന് മാറ്റി പറഞ്ഞു നോക്കിയേ. അപ്പോൾ നമ്മൾ വഴിയിൽ കാണുന്ന ആരോടെങ്കിലും നിങ്ങൾക്ക് നല്ല കൊതാണല്ലോ എന്ന് പറഞ്ഞ് ചെവിക്കലിന് അടി മേടിക്കുന്നതിന് മുന്നേ ഈ വീഡിയോ കാണിച്ച് അവരെ മനസ്സിലാക്കാം. നിന്റെ കൈ ഒന്ന് പൊങ്ങിയിട്ട് വേണ്ട ആ മൊബൈൽ ഒന്നും എടുത്ത് കാണിച്ച് മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ആ വേടിന് ഇപ്പൊ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് പറഞ്ഞ് മനസ്സിലാക്കിയ ആൾക്കാരെ തിരുത്താൻ നിൽക്കണ്ട. ഒന്ന് നോക്കിയാൽ അവർ അടി വീണ കാലമാണ്. അതിന്റെ ഇടയിൽ ഇതും കൂടെ താങ്ങൂല. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്, കണ്ടിട്ടേ പോകാവൂ. പെട്ടിയുടെ പേര് ബസ്സിലെ ഞരമ്പൻ. ഒരു പെങ്കൊച്ചെടുത്ത് എനിക്ക് അയച്ചു തന്നതാണ്. പുള്ളിക്കാരൻ വേണ്ടാത്തടത്തൊക്കെ തുറച്ചു നോക്കുന്നു, കണ്ണുരുട്ടുന്നു, കിസ് അടിക്കുന്നു. എന്തായാലും നിങ്ങൾ ആ മഹത് വ്യക്തി ഒന്ന് കാണും. ആശാന്റെ ഇരിപ്പ് കണ്ടിട്ട് അടിച്ച് കിണ്ടി കണക്കെ ഉണ്ട്. നോക്കിക്കോ ഒരു എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ. കുറെ നേരം കൊണ്ട് പിള്ളേരുടെ അവിടെ എവിടെയും തുറച്ചു നോക്കണം കണ്ടിട്ട് പിള്ളേർ സഹികെട്ടെടുത്ത വീഡിയോ ആണിത്. എന്തായാലും ഇങ്ങനെയുള്ള ഞരമ്പന്മാരുടെ അടുത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ, പണ്ടത്തെ കാലമൊന്നുമല്ല. ഒന്ന് തുമ്മിയ അവരെ ക്യാമറയിൽ കൊടുക്കുന്ന കാലമാണ്. ആ സമയത്താണ് ഇമാതിരി കന്നം തിരുവ് കാണിക്കുന്നത്. എന്തായാലും ഈ മുഖം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു എല്ലാവരും.
ഞാൻ ഈ വീഡിയോ ആദ്യം കാണിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. ഇതൊക്കെ പബ്ലിക് ആക്കിയാൽ ഇയാളുടെ വീട്ടുകാർക്കല്ലേ നാണക്കേട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് ആ ചിന്തയില്ലെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. കള്ളുടിച്ചാൽ വയറ്റി കിടക്കണം. പബ്ലിക്കിന്റെ മുന്നിൽ കറാൻ പറപ്പ് കാണിച്ചാൽ ഞാൻ പബ്ലിക്കായിട്ട് വന്നിരുന്നു നാറും. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഞരമ്പന്മാരുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോഴേ റെക്കോർഡാക്കി പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ആ നാണക്കേട് വിചാരിച്ചിട്ടെങ്കിൽ ഈ പരിപാടി നിർത്തുമെന്ന് വിചാരിക്കാം. അപ്പൊ ഇതുപോലെ ഞരമ്പന്മാരുടെ വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്റെ അയച്ചിട്ട് നമുക്ക് പറ്റുന്നത് പോലെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും